കാലവർഷക്കെടുതികളൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണ ഈ സ്കൂളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളാകുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം അതോടെ കുറേ വിദ്യാർത്ഥികളുടെ പഠന സമയവും നഷ്ടമാകുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വയനാട്ടിൽ ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരുങ്ങുകയാണ്. ഈ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ കാലവർഷമാകുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ പഞ്ചായത്തിൻ്റെ കൂടി ഒരു അനുമതിയോടെ അതുവരുടെ സഹായത്തോടു കൂടി പഞ്ചായത്ത് തലത്തിൽ ആധുനിക രീതിയിലുള്ള 8 ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ ജില്ലാ ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രത്യേക പദ്ധതി. ചുരൽമലയിലെയും പ്രത്യേക ഷെൽട്ടർ ഹോം നിർമ്മിക്കും. പ്രകൃതിക്ഷോഭ സാധ്യതയില്ലാത്ത സമയത്ത് വരുമാനത്തിനും ഉപയോഗപ്രദമാകും വിധത്തിലാകും ഷെൽട്ടർ നിർമ്മാണം. വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ ഇത്തരത്തിൽ താമസ സൗകര്യമൊരുക്കാം. 28 കോടി രൂപ ചെലവിൽ തിരഞ്ഞെടുത്ത 8 പഞ്ചായത്തുകളിലാണ് ഷെൽട്ടർ നിർമ്മിക്കുക. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എസ്റ്റിമേറ്റും പൂർത്തിയാക്കി കഴിഞ്ഞു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയ സ്ഥലങ്ങൾ തദ്ദേശ ഭരണസമിതികൾ കൈമാറിയാൽ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി നിർമ്മാണത്തിലേക്ക് കടക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ അഗ്നിരക്ഷാസേന യൂണിറ്റ്, 6 ഹെലിപ്പാഡുകളുടെ നിർമ്മാണം തുടങ്ങിയവ യാഥാർത്ഥ്യമാകുന്നതിന് പുറമെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ബദലായി ഷെൽട്ടറുകൾ ഉയരുന്നത്. കാലവർഷത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്രയമായി ഒരുങ്ങുന്ന ഷെൽട്ടറുകൾ വിനോദസഞ്ചാര സീസണിൽ വരുമാനം നൽകുന്ന റെസ്റ്റ് ഹൗസുകളാകും. വിനോദസഞ്ചാരികൾക്ക് താമസമൊരുക്കാൻ കഴിയും വിധം മികച്ച നിലവാരത്തിലാകും ഷെൽട്ടർ നിർമ്മാണം. ഷെൽട്ടറുകൾ നിർമ്മിക്കുന്ന സ്ഥലത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിലൂടെയുള്ള വരുമാനം ഉപയോഗിക്കാനും കഴിയും. അമൃത ന്യൂസ്, വയനാട്.